തൃശ്ശൂരിലെ സംഭവവികാസങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സുരേഷ് ഗോപി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും പ്രേമമായതുകൊണ്ട് അവർക്കൊരു അപ്രോച്ചിനുള്ള ഇത് വിവാഹം മറ്റേ രീതിയിൽ ആലോചിക്കുന്നില്ല, അതുണ്ടാവില്ല. പക്ഷേ ഇവർക്കൊരു അടുപ്പം ഉണ്ടാവും. അതൊരു നിയമപരമായിട്ടുള്ള ബോണ്ടൊന്നുമല്ല. ഈ സ്നേഹം ഒരു കയറി ഫിസിക്കലായിട്ട് ആക്രമിക്കാനുള്ള ഒരു ലൈസൻസ് ഒന്നുമല്ല. അപ്പോൾ എന്തിൻ്റെ പേരിലായാലും വിവാഹത്തിന് മുമ്പ് ഇതുപോലെയുള്ള മർദ്ദനം, മാനസികമായിട്ടുള്ള പീഡനം, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനം തടയാൻ വേണ്ടി നിയമം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ പെർട്ടിക്കുലർ കേസിന് എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞതല്ല ഇതിൻ്റെ അകത്ത് വന്നല്ലോ. ബാക്കിയുള്ളത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തേണ്ടതാണ്. ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. അപ്പോൾ ആ രീതിയിൽ വരികയാണെങ്കിൽ അന്വേഷണം വേറെ രീതിയിൽ പോകും. അല്ല, അതിൻ്റെ അകത്തൊരു വിഷയം, ഞാൻ മന്ത്രിയാണ്. ഞാൻ മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നു. 2009 ഡിസംബർ മാസം 9-ാം തീയതിയാണെന്ന് തോന്നുന്നു, KT ശങ്കരൻ എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് ഈ വാക്ക് പ്രൊണൗൺസ് ചെയ്യുന്നത്. അതായത് ഇതിന് പേര് കൊടുക്കുന്നത്. അതുവരെ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സമൂഹത്തിനറിയത്തില്ല. ജുഡീഷ്യറിയിൽ നിന്നാണ് ഇങ്ങനെയൊരു പേര് വരുന്നത്. അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം ഒരു പേര് അന്നുണ്ടായതാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ, ഞാൻ മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഡിഫൈൻ ചെയ്യാത്തതോ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ നിയമ നടപടി അനുസരിച്ച് അത് ഡിഫൈൻ ചെയ്യണം, നിർവചിക്കണം. നിർവചിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അത് അങ്ങനെ ഉണ്ട് എന്ന് ധാരാളം ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിർവചിക്കപ്പെടാത്ത ഒരു കാര്യം ആയതുകൊണ്ട് പലപ്പോഴും റിപ്പോർട്ടുകളും പാർലമെൻറ്റിലും ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. ഇത് നിർവചിച്ചിട്ടില്ല. നിർവചിക്കാത്ത ഒന്നിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ പ്രക്രിയയിലേക്ക് പതുക്കെ അത് ജുഡീഷ്യറിയാണ് നീങ്ങേണ്ടത്. കാരണം ഇത് പ്രൊണൗൺസ് ചെയ്തത്, ഇതിന് പേരിട്ടത് ജുഡീഷ്യറി ആയതുകൊണ്ട് ജുഡീഷ്യറി തന്നെയാണ് അതിനെപ്പറ്റി പറയേണ്ടത്. പലതും വ്യത്യസ്തമായിട്ടുള്ള വിധികൾ ഹൈക്കോടതിയിലുണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞ നിയമം അത് സുപ്രീം കോടതി തിരുത്തിയിട്ടുണ്ട്. വീണ്ടും സുപ്രീം കോടതി തിരിച്ചു പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു പ്രക്രിയയിലാണിത്. ഇപ്പോൾ ആ പ്രക്രിയ എത്ര നാൾ നീങ്ങണമെന്ന് എനിക്കറിയത്തില്ല. ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ളത് ആ ഒരു നിർവചനം ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേച്ചറിനോടത് ഈ രീതിയിൽ നിയമം ഉണ്ടാക്കാൻ പറയുകയും ചെയ്യുന്നിടം വരെ ഈ പ്രക്രിയ തുടരും. പക്ഷേ അതിനു മുമ്പ് ഇത് തടയുന്നതിനുള്ള ജനറലായിട്ടുള്ളൊരു നിയമത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. കുടുംബം ഈ നിലവിൽ സ്റ്റേറ്റ് പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തരാണ് എന്നാണ് അവർ പറയുന്നത്, സംസാരിച്ചത്? അല്ല, അതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയെന്ന് അവർ പറഞ്ഞു. അവർ പരാതി കൊടുക്കുക, അതൊക്കെ ചെയ്യുന്ന അതിൻ്റെ പ്രൊസീജിയറാണല്ലോ. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇടപെടേണ്ട കാര്യം ഒരു പോലീസുമായിട്ട്. ഈ വിഷയത്തിനകത്ത് വളരെ ദുർബലമായ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയത് എന്ന് അവർ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു. ഇതേ കാരണം കൊണ്ടാണ് NIA അന്വേഷണം വേണം എന്നൊരാവശ്യം അവർ പറയുന്നത്. ആ അപേക്ഷയിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പുറത്തുനിന്നുള്ള ശക്തികൾ ഇതിനകത്ത് നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചതായി അവർക്ക് സംശയമുണ്ട്. അതിൽ അന്വേഷണം വേണമെന്നുള്ളതാണ്. FIRൽ ഈ വക കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കേസിനത് പ്രതികൂലമായി ബാധിക്കാൻ, അതായത് NIA അന്വേഷണത്തിന് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം സംവിധാനങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ തയ്യാറാകും. അല്ല, നിയമപരമായിട്ടുള്ള കാരണം അഡീഷണൽ ആയിട്ട് അവരെന്തോ ചേർക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ FIRൽ പോലീസ് അവരോട് പറഞ്ഞെന്ന് പറഞ്ഞു. അത് അപ്ലോഡ് ചെയ്യട്ടെ. നമ്മളത് പോലീസിൻ്റെ ഒരു പ്രക്രിയയല്ലേ. അതിൻ്റെ ഒരു അപ്ലോഡിങ് എന്താണ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അൺലാച്ചറിലെത്തിൻ്റെയാണ്. അഡീഷണലായിട്ട് അവരെടുത്തിട്ടുണ്ട്. അവർ അപ്ലോഡ് ചെയ്യും. അതുവരെയും കാത്തിരിക്കാം. അവരതാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർ പറഞ്ഞ അനുസരിച്ചുള്ള വകുപ്പുകൾ ഉദ്ദേശിച്ച് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നിടം വരെയും കാത്തിരിക്കുക എന്നുള്ളതാണ്.